ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ജസ്പ്രീത് ബുംറ പുറത്ത്. പരിക്ക് ഭേദമാകാത്തതിനാൽ ബുംറയ്ക്ക് നഷ്ടമാവുന്ന രണ്ടാം ICC പരമ്പരയാകും 2025 ചാമ്പ്യൻസ് ട്രോഫി. ഹർഷിത് റാണ പകരക്കാരനാവും. യശസ്വി ജയ്സ്വാളിന് പകരം വരുൺ ചക്രവർത്തി ടീമിൽ ഇടം നേടി. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് MS ഹരികൃഷ്ണൻ. ഹരി, ഇന്നലെ ഏറെ വൈകിയാണ് നാടകീയമായി ജസ്പ്രീത് ബുംറ കളിക്കില്ല എന്നത് അറിയിക്കുന്നത്. അതിപ്പോ T20 മിസ് ചെയ്തു, ടെസ്റ്റ് മിസ് ചെയ്തു, ഇപ്പോൾ വൺ ഡേയും മിസ് ചെയ്യുകയാണ്. ഇത് ഇന്ത്യക്ക് എത്രമാത്രം തിരിച്ചടിയാണ്? ഇന്ത്യൻ ആരാധകർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്നതാണ് ഈ വാർത്ത? ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്ന് പറയാൻ സാധിക്കില്ല, പക്ഷേ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. കാരണം ഏറ്റവും അവസാന നിമിഷം വരെ BCCI ഹോൾഡ് ചെയ്തിരുന്ന ഒരു കാര്യം ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കിൽ നിന്നും തിരിച്ചു വരാൻ സാധിക്കും എന്നത് സംബന്ധിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാത്രിയിലുടനീളം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ വളരെ ഞെട്ടലോടെ ഈ വാർത്ത കേട്ടതെന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി തന്നെ ബാംഗ്ലൂരിലെ മെഡിക്കൽ സെന്ററിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു. ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് സാധ്യതയുണ്ട് എന്നുള്ളത് സംബന്ധിച്ചാണ്. അതായത് പരിക്കിൽ നിന്നും മുക്തനായിട്ടില്ല, പക്ഷേ ഞങ്ങളൊരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുകയാണെന്നുള്ളതാണ്. പക്ഷേ കോച്ച് അജിത് അഗാർക്കറിന്റെ ഒക്കെ തീരുമാനത്തിനനുസരിച്ച്, സെലക്ടർ അജിത് അഗാർക്കറിന്റെയും കോച്ച് ഗംഭീറിന്റെയും തീരുമാനത്തിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വരികയാണെങ്കിൽ ബുംറ മാത്രമല്ല ടീമിൽ നിന്ന് മാറുന്നത്. ബുംറയുടെ മാറ്റം ഒരു വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ട്രോഫിയിൽ തന്നെ വളരെ നിർണായകമായ ഒരു കാര്യത്തിലേക്ക് മാറുകയും ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ടീം ലൈനപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെതിരായ ODI സീരീസിലാണ്. ഇന്ന് ഇംഗ്ലണ്ടിനെതിരായ മൂന്നാമത്തെ ODI മത്സരം, അതായത് സീരീസിലെ അവസാനത്തെ മത്സരം നടക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തു നോക്കേണ്ടത് ഇതിനകത്ത് ബുംറ എന്ന് പറയുന്ന താരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡെഡ് ബോളിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ് എന്നുള്ളത് തന്നെയാണ്. ഈ ബോളിംഗ് പേസ് അറ്റാക്കിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കുന്തമുനയാകുന്ന ജസ്പ്രീത് ബുംറ ICC ചാമ്പ്യൻസ് ട്രോഫി 2025 മാറുമ്പോൾ അത് എങ്ങനെയായിരിക്കാം പേസ് അറ്റാക്കിനെ ഇന്ത്യ നയിക്കുക എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ നിലനിൽക്കുകയാണ്. കാരണം പരിക്കിൽ നിന്ന് മുക്തനാവാത്ത മുഹമ്മദ് ഷമിയും അർഷ്ദീപ് സിംഗും ഹാർദിക് പാണ്ഡ്യയും മാത്രമാണ് പേസ് അറ്റാക്കിൽ ഇന്ത്യക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്. പക്ഷേ 5 സ്പിന്നർമാരെയാണ് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കൊണ്ടുവരുന്നതാണ്. ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ ഇന്ത്യ ആദ്യമായിട്ടാണ് 5 സ്പിന്നർമാരെയും കൊണ്ട് ദുബായിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് ഒരു വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം വന്ന ടീമിലെ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വരുൺ ചക്രവർത്തിയുടെ ഇൻക്ലൂഷനാണ്. വരുൺ ചക്രവർത്തി വരുമ്പോൾ മിസ്റ്ററി സ്പിന്നർ എന്നൊരു ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 സ്പിന്നർമാരുടെ കൂട്ടത്തിലേക്ക് വരുൺ ചക്രവർത്തി ഇടം നേടുന്നു. മിസ്റ്ററി സ്പിന്നറുടെ കൂട്ടത്തിൽ വരുൺ ചക്രവർത്തി വരുമ്പോൾ എങ്ങനെയായിരിക്കാം മാറ്റങ്ങൾ? പ്രത്യേകിച്ച് ദുബായ് പിച്ചിൽ IL T20 കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ദുബായിൽ കണ്ടീഷൻസ് സ്പിന്നേഴ്സിന് ഫേവറബിൾ ആയി മാറുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ടീം ലൈനപ്പ് എടുത്ത് നോക്കുമ്പോൾ ഹർഷിത് റാണ പകരക്കാരനായി ബുംറയ്ക്ക് പകരം വരുന്നു. ഹർഷിത് റാണ ഈ ODI സീരീസിൽ, ഇംഗ്ലണ്ടിനെതിരെ ODI സീരീസിൽ എക്കണോമിക്കൽ അല്ല എന്നുണ്ടെങ്കിൽ പോലും വിക്കറ്റ് വേട്ടയിൽ മുന്നിലാണ് ഹർഷിത് റാണ. പക്ഷേ എക്കണോമിക്കൽ അല്ല എന്നുള്ളത് എടുത്തു പറയണം. ഇംഗ്ലണ്ടിനെതിരായ ODI സീരീസ് പോലെ ചാമ്പ്യൻസ് ട്രോഫി കാണാൻ സാധിക്കില്ല. 3 എതിരാളികൾ ഗ്രൂപ്പ് സ്റ്റേജിൽ ന്യൂസിലൻഡ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ മൂവർക്കുമെതിരെ ദുബായിൽ നടക്കുന്നു. ഈ 3 ടീമുകൾക്കെതിരെ ഹർഷിത് റാണയ്ക്ക് ഒരു തരത്തിലും എക്സ്പീരിയൻസ് ഇല്ല. ഹർഷിത് റാണ ODIയിൽ തന്നെ പുതിയ ക്യാപ്പാണ്. മാത്രമല്ല യശസ്വി ജയ്സ്വാളിനെ പുറത്താക്കി എന്നുള്ളതാണ്. ODI സീരീസിൽ ആദ്യത്തെ ODIയിൽ മാത്രം ജയ്സ്വാൾ കളിച്ചു. വിരാട് കോഹ്ലി ടീമിലേക്ക് വന്നതിന് ശേഷം ജയ്സ്വാളിനെ ടീമിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. അത് തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലും സംഭവിക്കുന്നു. റിസർവ് പ്ലെയർ ആയിട്ട് യശസ്വി ജയ്സ്വാൾ മാറുന്ന ഒരു കാഴ്ചയിലേക്കും കൂടെ കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ആകെ കൂടെ അവതാളത്തിലായിരിക്കുകയാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. കാരണം ബാറ്റിംഗ് ഓർഡറിൽ പ്രത്യേകിച്ച് ശ്രേയസ് അയ്യറും വിരാട് കോഹ്ലിയും മിഡിൽ ഓർഡേഴ്സിൽ മാറുമെങ്കിൽ പോലും വിരാട് കോഹ്ലിയുടെ ഫോം ഇല്ലായ്മ വളരെ ഗുരുതരമായി തന്നെ നിൽക്കുകയാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ മത്സരത്തിൽ 119 റൺസ് നേടി രോഹിത് ശർമ്മ ഫോമിലേക്ക് തിരിച്ചു വരുന്ന ഒരു സൂചന ലഭിച്ചെങ്കിൽ പോലും ഇന്നത്തെ ODI മത്സരം വളരെ നിർണായകമാണ്. രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം ഫോം തുടരുക അത് വളരെ പ്രസക്തമാണ്. കാരണം ഈ ഒരു മത്സരം മാത്രമാണ് ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി നടക്കുന്ന അവസാന ഏകദിന മത്സരം. ഒരാഴ്ചയും കൂടി കഴിയുമ്പോഴേക്കും ചാമ്പ്യൻസ് ട്രോഫി തുടരുകയാണ്. ബുംറയുടെ മാറ്റം, ബുംറ ഇല്ലാത്തത് ടീമിനെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷെ അതിൽ നിന്നും എങ്ങനെ കരകയറാൻ സാധിക്കും? ഹർഷിത് റാണയും മുഹമ്മദ് ഷമിയെയും അർഷദീപിനെയും നയിക്കുന്ന പേസ് അറ്റാക്ക് വെച്ച് എങ്ങനെയായിരിക്കാം ദുബായിലെ കണ്ടീഷൻസിൽ ഇന്ത്യക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ സാധിക്കുക എന്നുള്ളൊരു വളരെ പ്രസക്തമായ ചോദ്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് 5 സ്പിന്നർമാരെയും കൊണ്ട് ഇന്ത്യ ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇറങ്ങുന്നത്. ആ തീരുമാനം എത്രമാത്രമാണ്? കാരണം അത് വളരെ വിമർശനാത്മകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത് ക്ലിക്ക് ആയില്ലെങ്കിൽ അത് കോച്ചായ ഗംഭീറിനെ പോലും പ്രതികൂലമായി, അങ്ങേയറ്റം പ്രതികൂലമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. അതുകൊണ്ട് ഈ ചാമ്പ്യൻസ് ട്രോഫി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സീനിയർ താരങ്ങളായ രോഹിത്തിനും വിരാട്ടിനും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റും കൂടിയാണ്. കാരണം ബോർഡർ ഗവാസ്കറിൽ ഇരുവരുടെയും ഫോം ഇല്ലായ്മ വളരെ തിരിച്ചടിയായി ഇന്ത്യക്ക് മാറി. ചാമ്പ്യൻസ് ട്രോഫിയിൽ അത് മാറ്റരുത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടെ നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ്. മാത്രമല്ല വിക്കറ്റ് കീപ്പേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പന്ത് അല്ലെങ്കിൽ രാഹുൽ എന്നുള്ളൊരു വലിയ ചോദ്യം നിലനിൽക്കുകയാണ്. പക്ഷേ രാഹുലിലേക്ക് തന്നെയാണ് മുൻപന്തിയിലേക്ക് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡേഴ്സിന്റെ ഏറ്റവും കൂടുതൽ ജയ്സ്വാളും ടീമിൽ നിന്ന് പുറത്താവുകയാണെങ്കിൽ ടോപ്പ് ഓർഡറിലുള്ള എല്ലാം റൈറ്റ് ഹാൻഡേഴ്സായി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറും. ഓഫ് സ്പിന്നേഴ്സ് കളിക്കാനുള്ളത് ഇപ്പോൾ പാകിസ്ഥാനിലായിക്കോട്ടെ, ബംഗ്ലാദേശ്, ന്യൂസിലൻഡ് 3
മൂന്ന് ടീമിലെയും പ്രധാനപ്പെട്ട ഓഫ് സ്പിന്നേഴ്സ് നിലവിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ റൈറ്റ് ഹാൻഡേഴ്സിനെ വെച്ച് മാത്രം ഒരു ടോപ്പ് ഓർഡർ ഇന്ത്യൻ ടീം ഇറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രതിസന്ധി ടോപ്പ് ഓർഡറിലും ഇന്ത്യൻ നിരയിൽ ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ബൗളിംഗ് നിരയിലും വരുന്നത്, 5 സ്പിന്നർമാരും 3 പേസ് അറ്റാക്കിലും. അതിൽ ബുംറയില്ല. അതൊരു വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. വലിയ തിരിച്ചടി, കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽക്കുന്നത് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഒരാഴ്ച മാത്രം ശേഷിക്കെ വിരാട് കോഹ്ലിക്ക് ഇന്നത്തെ ODI മത്സരം, ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന ODI മത്സരം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. വിരാട്ടിന് മാത്രമല്ല, രോഹിത്തിന് ഉൾപ്പെടെ. മാത്രമല്ല, ടീമിൽ അവസാന വട്ടത്തിൽ നിലയുറപ്പിക്കുക. ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരം 20-ാം തീയതിയാണ് ഇന്ത്യയുടെ മത്സരം നടക്കുന്നത്. ഇന്ത്യയുടെ മത്സരം ബംഗ്ലാദേശിനെതിരെയാണ്. ആ മത്സരത്തിൽ, ആദ്യത്തെ മത്സരത്തിൽ തന്നെ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്നത്തെ മത്സരത്തിൽ എല്ലാവരും കച്ച കെട്ടി ഇറങ്ങുന്നത്. ആ 11-അംഗ സ്ക്വാഡിലേക്ക് വരാനുള്ള എല്ലാ വിധത്തിലുമുള്ള മാക്സിമം പൊട്ടൻഷ്യൽ ഇറക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിൽ കൊണ്ട് ഈ താരങ്ങൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. പ്ലേയിങ് ലെവലിൽ എത്തുക എന്നത് മാത്രമല്ല, അതിൽ പെർഫോം ചെയ്തുകൊണ്ട് ചാമ്പ്യൻസ് ട്രോഫിയുടെ തുടക്കത്തിൽ ഇനോഗ്രൽ മത്സരത്തിൽ, ഇന്ത്യയുടെ ഇനോഗ്രൽ മത്സരത്തിൽ ടീമിൽ ഇടം നേടുക എന്നുള്ളത് തന്നെയാണ് ഈ സ്ക്വാഡ് ലൈനിലുള്ളവരെല്ലാവരുടെയും പ്രധാനപ്പെട്ട ചിന്ത. അതിൽ പറയേണ്ടതാണ് ബുംറയുടെ എക്സ്ക്ലൂഷൻ. അത് ഒരു തരത്തിലും ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുണ്ടാക്കുന്ന കാര്യം മാത്രമല്ല, മുഹമ്മദ് സിറാജിനെ എന്തുകൊണ്ട് ടീമിൽ എടുത്തില്ല എന്നൊരു വലിയ പ്രസക്തമായ ചോദ്യം നിലനിൽക്കുകയാണ്. സിറാജിനെ എന്തുകൊണ്ട് അവഗണിക്കുന്നു? ഇപ്പോൾ മുഹമ്മദ് ഷമിക്ക് പരിക്കിൽ നിന്നും മുക്തനാവാതെ 135 km/h പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കഴിഞ്ഞ ODI മത്സരത്തിൽ നമ്മൾ കണ്ടത്. ആ ഒരു 135 എന്ന സ്പീഡ്, ഹാർദിക് പാണ്ഡ്യ ക്ലിക്ക് ചെയ്യുന്ന സ്പീഡ് വെച്ച് മുഹമ്മദ് ഷമി എന്ന റൈറ്റ് ആം പേസ് ബോളറിന് നമുക്ക് അളക്കാൻ സാധിക്കില്ല. ആ പരിക്ക് ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയും ചെയ്യുന്നു. അപ്പോഴാണ് സിറാജിന്റെ ഒരു അഭാവം, സിറാജിനെ ടീമിൽ എടുക്കുന്നതിൽ ഒരു ചോദ്യം കൂടെ നിലനിൽക്കുന്നത്. എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എങ്ങനെയായിരിക്കാം ടൂർണമെന്റ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ശ്രീജ, തീർച്ചയായും ജസ്പ്രീത് ബുംറ ഇല്ലാത്തത് മാത്രമല്ല, വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഇപ്പോഴത്തെ ഈ ടീം സെറ്റിംഗ് കൊണ്ട് കഴിയുമോ എന്നത്, അത് കോച്ച് ഉൾപ്പെടെ എല്ലാവർക്കും നിർണായകമായിരിക്കും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം.